ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശ്രമയോഗ്യമല്ലാത്ത ഭൂമി, നശിപ്പിക്കുന്ന ഭൂമി എന്നതിനെ കുറിച്ചാണ്. മിക്ക പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുലിഖിതം, ദ ബുക്ക് ഓഫ് പ്രോഫറ്റ് മിക്ക, ചാപ്റ്റർ 2 വേഴ്സ് 12. നിങ്ങൾ ഇവിടം വിട്ടുപോകുവിൻ, വിശ്രമയോഗ്യമായ സ്ഥലമല്ല ഇത്, ഇവിടം അശുദ്ധമാണ്, ഇത് നിങ്ങളെ നശിപ്പിക്കും, സമൂലം നശിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നമ്മെ ഇന്ന് പിതാവായ ദൈവം ഈ മണിക്കൂറിൽ യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇതാ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ട്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമായ തിരുവചനങ്ങൾ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കും, കുടുംബങ്ങളിൽ നിന്ന് ബന്ധനങ്ങൾ അഴിയും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത്ഭുതമായി വിടുതൽ കുടുംബങ്ങളിൽ സംഭവിക്കും. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം ടെലിവിഷന് മുമ്പിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുടുംബങ്ങൾ സംഭവിച്ച അത്ഭുത വിടുതലിനെ കുറിച്ച് ഇവിടെ എഴുതി കിട്ടിയിട്ടുള്ള നിരവധി സാക്ഷ്യങ്ങളിൽ ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ശാന്ത. ഞാൻ ടെലിവിഷനിലൂടെ അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വചന ശുശ്രൂഷകളിൽ നിരന്തരം പങ്കുചേരുന്നൊരു വ്യക്തിയാണ്. എനിക്ക് 2 മാസത്തോളമായി കാൽപാദത്തിലടിയിൽ തരിപ്പ് അനുഭവപ്പെടുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെരുപ്പിടാതെ ഒരു സ്ഥലത്തും ചവിട്ടാൻ നിവൃത്തിയില്ലായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ കൂടെ പോലും ചെരുപ്പിട്ടാണ് ഞാൻ 24 മണിക്കൂറും വ്യാപരിച്ചിരുന്നത്. കൂടാതെ എൻ്റെ പാദത്തിൻ്റെ അടിയിൽ വിണ്ടു കീറുന്ന അസുഖം തുടങ്ങിയിട്ട് കുറേ കാലമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടത്. അങ്ങനെ ഞാനും എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. ദൈവവചന ശുശ്രൂഷ ടെലിവിഷനിൽ കേൾക്കാൻ തുടങ്ങി 2 മാസം കൊണ്ട് എൻ്റെ ഈ അസുഖം പരിപൂർണമായും എൻ്റെ കാലിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെയാണ് ഞാനും ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ തുടങ്ങിയത്. ഒരു ദിവസം ടെലിവിഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ 2 മാസത്തിനകം ഈ അസുഖം ടെലിവിഷന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാറിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. അതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ അസുഖം പരിപൂർണമായി എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഇപ്പോൾ വീട്ടിൽ ചെരുപ്പ് ധരിക്കാതെയാണ് നടക്കുന്നത്. എൻ്റെ പാദത്തിനടിയിലുണ്ടായിരുന്ന വിണ്ടുകീറലിൻ്റെ ഒരു പാട് പോലും കാണാനില്ല. എൻ്റെ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ സൗഖ്യം സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 2 മാസത്തിനുള്ളിൽ എൻ്റെ ഈ രോഗം മാറിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്ന് ടെലിവിഷന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. 2 മാസം എടുത്തില്ല, 8 ദിവസം പോലും തികയുന്നതിന് മുമ്പ്, ഒരാഴ്ചത്തെ ടെലിവിഷൻ പ്രോഗ്രാം കഴിഞ്ഞ് 8 ദിവസത്തിനുള്ളിൽ അടുത്ത ആഴ്ചത്തെ പിറ്റേ ആഴ്ചത്തെ ടെലിവിഷൻ പ്രോഗ്രാം വരുന്നതിന് മുമ്പ് ആ സഹോദരിയുടെ കാൽപാദങ്ങൾ പരിപൂർണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നതാണ് ആ സഹോദരി കണ്ടത്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഒരു ദൈവിക അഭിഷേക മണിക്കൂറിലാണ്. ഈ നിമിഷം യേശുവിൻ്റെ രക്തത്തിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളിലുള്ള കടബാധ്യത, കുടുംബങ്ങളിൽ വലിയ തരത്തിലുള്ള സമാധാനക്കേട്, ജോലിയുടെ തടസ്സങ്ങൾ, അതുപോലെ മക്കളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനം, പ്രാർത്ഥനയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, എല്ലാ അവസ്ഥകളെയും ഇപ്പോൾ ദൈവത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ അത്ഭുതമായ ഒരു വിടുതൽ ഇപ്പോൾ കുടുംബങ്ങൾ സംഭവിക്കാൻ വേണ്ടി യേശുവിൻ്റെ തിരുരക്തം ഒരു കോട്ടയായി നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റിലും ഉയരട്ടെ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ചുറ്റിലും ഉയരട്ടെ, കുടുംബങ്ങൾക്ക് ചുറ്റിലും ഉയരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തം, രക്തക്കോട്ട അത്ഭുതമായി ഇപ്പോൾ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ യേശുവേ. യേശുവേ, യേശുവേ, എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. കരങ്ങളടിച്ച് രക്തക്കോട്ട, തിരുരക്തക്കോട്ട, വലിയ ആഹ്ലാദത്തോടെ എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. എല്ലാവരും ചേർന്ന് ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. വിശ്വാസത്തോടെ രക്തം, രക്തം, പവർ, യേശുവിൻ രക്തം, പവർ, പവർ, മോചനമേകും. ഗ്ലോറി, ഗ്ലോറി, യേശുവിൻ രക്തം, പവർ, രക്തം, രക്തം, യേശുവിൻ രക്തം, മോചനമേകും. യേശുവിൻ രക്തം. വലിയ ആഹ്ലാദത്തോടെ രണ്ട് കരങ്ങളും അടിച്ച് കൈയടിച്ച് സ്വാതന്ത്ര്യത്തോടെ ഇതാ ഈ ശുശ്രൂഷ പങ്കുചേരുകയാണ്. ഈ തിരുരക്താഭിഷേക ശുശ്രൂഷയിൽ കുടുംബങ്ങളുടെ മേലും സ്ഥാപനങ്ങളുടെ മേലും യേശുവിൻ രക്തം ഇപ്പോൾ വ്യാപരിക്കുന്നു. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. Glory, glory. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. വ്യാപരിക്കുന്നു. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. നന്നായി കൈയടിച്ച് മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. അത്ഭുത ശക്തി. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം, മോചനമേകും. യേശുവിൻ രക്തം പാടുന്നു. രക്തം, രക്തം, യേശുവിൻ രക്തം, മോചനമേകും. യേശുവിൻ രക്തം, 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 ഗ്ലോറി, ഗ്ലോറി. യേശുവിൻ രക്തം, യേശുവിൻ രക്തം വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് യേശുവിൻ രക്തം വ്യാപരിക്കട്ടെ. തലമുറകളിലേക്ക് യേശുവിൻ രക്തം വ്യാപരിക്കട്ടെ. ലോകത്തിലേക്ക് യേശുവിൻ രക്തം വ്യാപരിക്കട്ടെ. ശാപത്തിലേക്ക് യേശുവിൻ രക്തം വ്യാപരിക്കട്ടെ. തകർച്ചകളിലേക്ക് യേശുവിൻ രക്തം വ്യാപരിക്കട്ടെ. എല്ലാ തിന്മകളും, പകർച്ചവ്യാധികളും, തകർച്ചകളും, കലഹങ്ങളും, എല്ലാ അന്ധകാരങ്ങളും യേശുവിൻ രക്തത്താൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് ഇപ്പോൾ അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും യേശുവിന്റെ രക്തം എല്ലാ പൈശാചികപ്പെടുകളും, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളും, ദുഷ്പ്രഭുത്വങ്ങളും, പാപത്തിന്റെ ദുരാത്മാക്കളും, അന്ധകാരത്തിന്റെ അതീശന്മാരും ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്രമയോഗ്യമല്ലാത്ത ഭൂമി. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 2:12 നിങ്ങൾ ഇവിടം വിട്ടുപോകുവിൻ. വിശ്രമയോഗ്യമല്ലാത്ത സ്ഥലമാണിത്. ഇവിടം അശുദ്ധമാണ്. ഇത് നിങ്ങളെ നശിപ്പിക്കും, സമൂലം നശിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂതലം മുഴുവൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂതലത്തിൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ അത് മനോഹരമായി തീർന്നു, അത് വിശുദ്ധമായി തീർന്നു, അത് ദൈവമക്കൾക്ക് അനുഗ്രഹമായി മാറി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും
ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. രൂപരഹിതമായിരുന്ന അന്ധകാരമായിരുന്ന ഭൂതലത്തിന്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. രൂപരഹിതമായിരുന്ന ഭൂമിക്ക് രൂപവും ഭാവവും മനോഹാരിതയും ലഭിച്ചു. അത് അനുഗ്രഹമുള്ള ഭൂമിയായി മാറി. അവിടെ മനുഷ്യനും അവിടെ സൃഷ്ടജാലങ്ങളും വസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ ഇത് എന്നാണ് വിശ്രമയോഗ്യമല്ലാത്ത ഭൂമിയായി മാറിയത്? എന്നാണ് ഇത് അശുദ്ധമായി മാറിയത്? എങ്ങനെയാണ് ഈ ഭൂമി നശിച്ചത്? വിശുദ്ധ ലിഖിതത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൽ 17-ാം തിരുലിഖിതം, ദൈവം ആദത്തോട് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന ആ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. ഹല്ലേലൂയ. മനുഷ്യന് വേദന ഉണ്ടാക്കുന്ന, മനുഷ്യന്റെ അധ്വാനം നിഷ്ഫലമാക്കി കളയുന്ന ഒരുപാട് സ്വഭാവം ഈ ഭൂമി മനുഷ്യനോട് കാണിക്കും എന്ന് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതത്തിലും ഇതിനെക്കുറിച്ച് മറ്റൊരു വെളിപ്പെടുത്തൽ കാണാം. ദൈവത്തിൻ്റെ വചനം ലംഘിച്ച കായേന്റെ അരികിൽ നിന്ന് ദൈവം വേദനയോടെ പറയുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൽ 12-ാമത്തെ തിരുലിഖിതം. കൃഷി ചെയ്യുമ്പോൾ ഈ ഭൂമി നിനക്ക് ഫലം തരികയില്ല. കൃഷി ചെയ്യുമ്പോൾ ഈ ഭൂമി നിനക്ക് ഫലം തരികയില്ല. ഒന്ന് ചിന്തിക്കുക മക്കളെ. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ച്, ദൈവം നോക്കി ഇത് നല്ലത് എന്ന് ദൈവം കണ്ട്, ഇത് വിശുദ്ധമെന്ന് ദൈവം കണ്ട്, തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് താമസിക്കാൻ പറ്റിയ അനുഗ്രഹമുള്ള ഒരു സ്ഥലമായി ഈ ഭൂമിയെ ദൈവം കണ്ട്, അതുകൊണ്ടാണ് തൻ്റെ മക്കളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം വിട്ടത്. എന്നാൽ നമ്മുടെ ഓരോ പാപങ്ങളും ഈ ഭൂമി അശുദ്ധമാക്കുകയാണ്. ഈ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ ഇനി ഈ ഭൂമി നിനക്ക് ഫലം തരില്ല എന്ന് ഇതാ ആ സ്നേഹപിതാവ് കായേനെ അറിയിക്കുകയാണ്. കാരണം കായേന്റെ ആ കൊടും ക്രൂരത, കൊലപാതക നിമിത്തം ആ ഭൂമി അശുദ്ധമായി തീർന്നു. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 107-ാം സങ്കീർത്തനത്തിൽ 33-ഉം 34-ഉം തിരുലിഖിതങ്ങൾ, അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായി മാറ്റുന്നു. അവിടുന്ന് ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഒരു നിലമാക്കുന്നു. ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമത്രേ. ഫലപുഷ്ടിയായിരുന്ന ഭൂമി ഇന്ന് ഫലം പുറപ്പെടുവിക്കുന്നില്ല. തെങ്ങ് വെക്കുന്നു, അത് മണ്ടരി രോഗം പിടിച്ചു പോകുന്നു. കമുങ്ങ് വെക്കുന്നു, അത് മാഹാളി രോഗം പിടിക്കുന്നു. കുരുമുളക് നടുന്നു, അതെല്ലാം പഴുത്ത് നിലത്ത് വീഴുന്നു. ചെമ്മീൻ കൃഷി ചെയ്യുന്നു, അതെല്ലാം നശിച്ചു പോകുന്നു. കോഴിക്കൃഷി ചെയ്യുന്നു, അതെല്ലാം വസന്ത പിടിച്ചു പോകുന്നു. എന്ത് ചെയ്താലും ഒരു 5 പൈസയുടെ മേൽഗതി ഇല്ലാതെ എല്ലാം നശിച്ചു പോവുകയാണ്. കശുമാവിനെ കൃഷി ചെയ്യുന്നു, എന്നാൽ കശുമാവിന് ഫലമെടുക്കാൻ പറ്റുന്നില്ല. റബ്ബറിനെ കൃഷി ചെയ്യുന്നു, എന്നാൽ റബ്ബർ അത് ചീക്ക് പിടിച്ചു പോകുന്നു. ഒന്നിൽ നിന്നും ഒരു മേൽഗതി കിട്ടുന്നില്ല. അത് വെട്ടാൻ ഒരു കൂലിക്കാരനെ പോലും കിട്ടാതെ വെറുതെ നിൽക്കുക. കാപ്പി നട്ടുപിടിപ്പിക്കുന്നു, എന്നാൽ അത് പറിച്ചാൽ പണിക്കാർ കൊടുക്കാനുള്ള കൂലിക്ക് പോലും വകയില്ലാതെ, അല്ലെങ്കിൽ വില കിട്ടാതെ ഇതാ ഞെരുങ്ങുകയാണ്. തേയില കൃഷി ചെയ്യുന്നു, വലിയ ഞെരുക്കം. ഇതാ ഈ ഭൂമിയോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ മേഖലകളിലും മനുഷ്യൻ മേൽഗതി കിട്ടാതെ കടബാധ്യത കൊണ്ട് കുടുങ്ങി ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യല്ലേ ഇന്ന് നമുക്ക് ചുറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ മനുഷ്യൻ അധ്വാനിച്ച അനുഗ്രഹവും സന്തോഷവും ആനന്ദവും ആഹ്ലാദം അനുഭവിക്കുന്നതിന് പകരം ഇന്നവൻ ഞെരുങ്ങുകയാണ്, ഇന്നവൻ കരയുകയാണ്, ഇന്നവൻ ഭാരപ്പെടുകയാണ്. രോഗവും കടബാധ്യതയും ദുഃഖങ്ങളും ദുരിതങ്ങളും. എന്താ കാരണം? വചനം പഠിപ്പിക്കുകയാണ്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ പരിണതഫലമായി ആ ഭൂമി അശുദ്ധമാകും. ആ ഭൂമി അശുദ്ധമായാൽ പിന്നെ ആ ഭൂമി ആ മനുഷ്യനോട് ശത്രുതയിൽ പെരുമാറാൻ തുടങ്ങും.
യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വായിക്കാൻ സാധിക്കും. യെശയ്യായുടെ പുസ്തകം 24-ാം അധ്യായം, അതിൽ 5-ാമത്തെ തിരുലിഖിതം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. ചുരുക്കം പേർക്ക് മാത്രം മേൽഗതി, ബാക്കിയുള്ള എല്ലാവരും ദഹിച്ചു തീരുകയാണ്. ഓരോ രോഗങ്ങളും, ഓരോ ദുഃഖങ്ങളും, ഓരോ സമാധാനക്കേടും, ഓരോ തകർച്ചയും, ഓരോ കൃഷിനാശങ്ങൾ വഴി ദഹിച്ചു തീരുകയാണ്. എന്താ കാരണം? മനുഷ്യ നിമിത്തം ഈ ഭൂതലം അശുദ്ധമായി തീർന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ നിമിത്തം ആ മണ്ണും കാലാവസ്ഥയും അശുദ്ധമായി തീരും. പണ്ട് ഒരു ചേടത്തിയാര് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആ ചേടത്തി പറയുകയാണ്, എൻ്റെ ചേട്ടൻ കള്ളുഷാപ്പിൽ പോയി മൂക്കറ്റം കുടിച്ചിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്നാൽ ആ ചേട്ടൻ ഒരു വിദേശ മദ്യ കുപ്പി വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ദിവസവും 2 കവിള് വീതം കുടിച്ചിട്ട് മിണ്ടാതെ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ അത് ഞാനിങ്ങനെ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുമായിരുന്നല്ലോ. ആ ചേട്ടത്തി പാപത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ചേട്ടത്തിയുടെ ചിന്ത എന്താ? കള്ളുഷാപ്പിൽ പോയി മൂക്കറ്റം കുടിച്ചിട്ട് റോട്ടിൽ വീണ് കിടക്കണതാണ് പാപം. വിദേശ മദ്യക്കുപ്പി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുടിച്ചിട്ട് ആർക്ക് ശല്യമില്ലാതെ കിടന്നാൽ പാപമല്ല എന്നാണ് ആ ചേട്ടത്തി ചിന്തിക്കുന്നത്. വലിയ തെറ്റാണത്. കാരണം ഒരു വ്യക്തി മദ്യഷാപ്പിൽ പോയി കുടിച്ചാൽ മദ്യം കുടിച്ചു എന്നൊരു പാപം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ആ വ്യക്തി മദ്യം വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുമ്പോൾ മദ്യം കുടിച്ചു എന്ന പാപം മാത്രമല്ല, ഏത് സ്ഥലത്ത് വെച്ചാണോ ഈ മദ്യപാനം അരങ്ങേറിയത് ആ മണ്ണും ആ കാലാവസ്ഥയും അശുദ്ധമായി. ഇതിനെക്കുറിച്ചുള്ള പ്രതിപാദനം നമുക്ക് ലഭിക്കുന്നത് ലേവ്യരുടെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിലാണ്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 24-ാം വാക്യം, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളും. വ്യഭിചാരം, വേശ്യാവൃത്തി, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ഇങ്ങനെയുള്ള ഒരുപാട് അകൃത്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയിട്ട് ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലേവ്യരുടെ പുസ്തകം 18:24 പറയുകയാണ്, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. എന്തെന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി അപ്പോൾ തന്നെ അശുദ്ധനാകും. പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്ന വ്യക്തി അപ്പോൾ തന്നെ മലിനനായി അശുദ്ധനായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല, അടുത്ത വാക്യം, ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അപ്പം പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാവ് മാത്രമല്ല കറ പിടിക്കുന്നത്. പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാവ് അശുദ്ധമാകുന്നു, പാപം ചെയ്യുന്ന വ്യക്തിയുടെ ശരീരം അശുദ്ധമാകുന്നു. അതുകൂടാതെ ഏത് സ്ഥലത്ത് വെച്ചാണോ പാപം അരങ്ങേറുന്നത് ആ സ്ഥലവും അശുദ്ധമാകുകയാണ്, ആ സ്ഥലവും അശുദ്ധമാകുന്നു. ഇനി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ തുടരെ ഒരു പ്രദേശത്ത് പാപം അരങ്ങേറിയാൽ, മദ്യപാനമാകട്ടെ, പുകവലിയാകട്ടെ, മുറുക്കലാകട്ടെ, തെറിപറിച്ചലാകട്ടെ, കൊലപാതകമാകട്ടെ, ഗൂഢാലോചനയാകട്ടെ, തുടരെ പാപം ഒരു സ്ഥലത്ത് അരങ്ങേറിയാൽ വചനം പഠിപ്പിക്കുകയാണ്, ആ സ്ഥലം അശുദ്ധമായി. അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ, ക്ലൈമാക്സിലെത്തുമ്പോൾ അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അപ്പോൾ അത് അതിലെ നിവാസികളെ പുറന്തള്ളും. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 28-ാം വാക്യം, ഈ ദേശം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവം തൻ്റെ പ്രിയജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് വിശുദ്ധ നാട്ടിൽ അവർക്ക് താമസം കൊടുത്തപ്പോൾ ദൈവം അവരോട് വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ് പ്രധാനമായി ആവശ്യപ്പെടുന്നത്, ഈ ദേശം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ഒരു പാപം ചെയ്യുമ്പോൾ ഏത് സ്ഥലത്ത് വെച്ചാണോ പാപം ചെയ്യുന്നത്, ആ മണ്ണും ആ കാലാവസ്ഥയും അശുദ്ധമാകും. ആ ഭൂമി പിന്നെ നമുക്കെതിരായിട്ട് ഉയരും. ജോബിന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ, ആകാശം അവന്റെ അനീതികളെ വെളിപ്പെടുത്തും, ഭൂമി അവനെതിരെ ഉയരും, അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും. അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും. അവന് സുരക്ഷിതത്വമില്ല, അവന് മേൽഗതിയില്ല. അവന് ഈ ഭൂമി അവനെതിരെ നിൽക്കും. ഈ ഭൂമിയിൽ അവന്റെ ശരീരം എന്നും അരക്ഷിതാവസ്ഥയിലായിരിക്കും. രോഗം, പീഡ, സമാധാനക്കേട്, അരക്ഷിതാവസ്ഥ, നിരാശ, കുറ്റബോധം, ഭാരം, വിഷമം, ഇതെല്ലാം അവന് പൊതിയുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പാപം വഴി ഞാൻ ഈ ഭൂമി അശുദ്ധമാക്കി. എൻ്റെ ദൈവം എനിക്ക് തന്ന ഭൂമിയെ ഞാൻ അശുദ്ധമാക്കി, എൻ്റെ വീട് അശുദ്ധമാക്കി, എൻ്റെ കെട്ടിടം അശുദ്ധമാക്കി. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് കുടിച്ചപ്പോൾ, ഞാൻ വീട്ടിൽ വെച്ച് വ്യഭിചാരം ചെയ്തപ്പോൾ, ഞാൻ വീട്ടിൽ വെച്ച് സ്വയംഭോഗം ചെയ്തപ്പോൾ, ഞാൻ വീട്ടിൽ വെച്ച് സ്വർഗ്ഗഭോഗം ചെയ്തപ്പോൾ, ഞാൻ താമസിക്കുന്ന വീടിനെ ഞാൻ അശുദ്ധമാക്കി. നുണ പറഞ്ഞപ്പോൾ, പരദൂഷണം പറഞ്ഞപ്പോൾ, തെറി പറഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയെന്ന് മാത്രമല്ല, ഞാൻ വസിക്കുന്ന വീടിനെയും ആ മണ്ണിനെയും ആ കാലാവസ്ഥയും ആ കോമ്പൗണ്ടിനെ അശുദ്ധമാക്കി. ഇവിടെ നിന്ന് എനിക്ക് സമാധാനം കിട്ടുന്നില്ല, ഇവിടെ നിന്ന് എനിക്ക് ആരോഗ്യമില്ല, ഇവിടെ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇവിടെ എനിക്ക് ബൈബിൾ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഇവിടെ എനിക്ക് കുടുംബത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ദൈവിക സന്തോഷം കിട്ടുന്നില്ല. ഓ, ഇപ്പോൾ ദൈവിക ശക്തി ഇറങ്ങട്ടെ, തിരുരക്തത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ രക്തത്താൽ ഈ കുടുംബത്തിൽ നിന്ന് തിന്മകളും തിന്മയുടെ ആധിപത്യങ്ങളും ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും കാലാകാലങ്ങളായി അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന പാപത്തിന്റെയും തിന്മയുടെയും അകൃത്യത്തിന്റെയും അശുദ്ധിയുടെയുമായ ആധിപത്യങ്ങൾ ഇവരിൽ നിന്നും ഇവരുടെ കുടുംബത്തിൽ നിന്നും ഈ കോമ്പൗണ്ടിൽ നിന്നും മണ്ണിൽ നിന്നും കാലാവസ്ഥയിൽ നിന്നും ഇപ്പോൾ യേശുനാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. നമ്മുടെ പാപം ഭൂമിയെ അശുദ്ധമാക്കും. ഹല്ലേലൂയ, മറനാഥ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഭവനം, നമ്മുടെ കോമ്പൗണ്ട്, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, നമ്മുടെ മറ്റ് പ്രവർത്തന മേഖലകൾ, അത് പാപം ചെയ്ത് കൂടെ പാപങ്ങൾ അരങ്ങേറി ഏതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും കാലഘട്ടത്തിൽ അശുദ്ധമായിട്ടുണ്ടെങ്കിൽ അതുവഴി വന്ന തിന്മയുടെ കെട്ടുകൾ കുടുംബത്തിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും വിട്ടുപോകാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് സഭയോട് ചേർന്ന് കുടുംബങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി യേശുവിനെ നാമം വിളിച്ച് കുടുംബങ്ങളിൽ നിന്ന് ഇത്തിരി കാലങ്ങളായുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് കാലാകാലങ്ങൾ അരങ്ങേറിയ ഓരോ പാപങ്ങളിലൂടെയും ഈ കുടുംബത്തെ അടിമപ്പെടുത്തിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അശുദ്ധിയുടെയും അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ യേശുനാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, മറനാഥ. Come, Lord Jesus. എൻ്റെ പേര് റോസമ്മ. ഞാൻ കോഴിക്കോട്ടുനിന്ന് വരുന്നു. ചക്കട്ടുമുറിയിൽ വീട്ടുപേര്. എനിക്ക് 5 വർഷമായിട്ട് ചെവിക്ക് കേൾവിയില്ലായിരുന്നു. ഇവിടെ വന്ന് 2-ാം ദിവസം തന്നെ തൈലാഭിഷേകം നേരത്തെ എൻ്റെ ചെവിക്ക് 5 വർഷമായിട്ട് ചെവിക്ക് കേൾവി കുറവായിരുന്നു. എന്തെങ്കിലും മരുന്ന് ട്രീറ്റ്മെന്റ് വല്ലതും നടത്തിയിരുന്നോ? എന്തെങ്കിലും മരുന്ന് കഴിക്കും? മരുന്നുകളൊക്കെ ചെയ്തതാണ്, എന്നിട്ട് കുറഞ്ഞില്ലായിരുന്നു. 5 വർഷമായിട്ട് ചെവി കേൾവി ശക്തി ഇല്ലാതെ അടഞ്ഞിരിക്കുക. ഇവിടെ നിന്ന് ധ്യാനം കൂടി എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാവോ? അടുത്തുനിന്ന് സംസാരിക്കുന്നതൊക്കെ കേൾക്കാം. ഇപ്പൊ അച്ഛൻ ചോദിക്കുന്ന എല്ലാം കേൾക്കാം, ഇതും കേൾക്കാം.
കംപ്ലീറ്റ് കേൾക്കാം. ഹല്ലേലൂയ. കൈ ഉയർത്തി ദൈവത്തിന് മാത്രം കൊടുക്കാം. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാണ്